إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم أولا بتقوى الله عز وجل. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അല്ലാഹുവെ തഖ്വ ചെയ്തുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലും ഹിജ്റ പോയി മദീനയിലേക്ക് എത്തി ഒരു വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷം, 16-17 മാസങ്ങൾ, അതിനോടടുത്ത ഒരു കാലയളവ് വരെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിബിലയായി സ്വീകരിച്ചിരുന്നത് മസ്ജിദുൽ അഖ്സയാണ് എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. മസ്ജിദുൽ അഖ്സയായിരുന്നു ആദ്യത്തെ ഖിബില. മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാഭാവികമായും നിസ്കരിക്കാൻ പോകുമ്പോൾ കഅബയുടെ പിന്നിൽ നിന്നാണ് മസ്ജിദുൽ അഖ്സയെ ഖിബിലയാക്കുന്നത്. അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷ്യം കണ്ടിരുന്നത് കഅബയെയും മസ്ജിദുൽ അഖ്സയെയും അപ്പോൾ കിട്ടുമല്ലോ എന്ന നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു മക്ക ജീവിത കാലഘട്ടത്തിൽ നിസ്കരിച്ചിരുന്നത്. ശേഷം ഹിജ്റ പോയി മദീനയിലെത്തി. പക്ഷെ മദീനയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിന് സാധിച്ചില്ല.
കാരണം മസ്ജിദുൽ അഖ്സയുടെയും മക്കയുടെയും നടുവിലാണ് മദീന. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ മസ്ജിദുൽ അഖ്സയെയോ അല്ലെങ്കിൽ കഅബയെയോ മാത്രമേ കിബിലയായി സ്വീകരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയെ കിബിലയാക്കി നിസ്കരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും മുസ്ലിമീങ്ങൾക്കും ആ സമയത്ത് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു കഅബയെ കിബിലയാക്കി കിട്ടിയിരുന്നുവെങ്കിൽ എന്ന്. അതിനൊരു കാരണം ചരിത്രങ്ങളിൽ കാണുന്നത് മക്കയെ അപേക്ഷിച്ച് മദീനയിൽ ധാരാളം യഹൂദികൾ ഉണ്ടായിരുന്നു. അവര് പറയാൻ തുടങ്ങി, കണ്ടില്ലേ, മുഹമ്മദ് നമ്മുടെ കിബിലയാണ്, നമ്മുടെ മസ്ജിദുൽ അഖ്സയാണ് കിബിലയായി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിനി മുഹമ്മദിന്റെ മതത്തിലേക്കല്ല പോകേണ്ടത്, മുഹമ്മദ് നമ്മുടെ മതത്തിലേക്കാണ് വരേണ്ടത് എന്ന് തുടങ്ങി പല ആക്ഷേപങ്ങളും അവിടുത്തെ യഹൂദികൾ പടച്ചുവിട്ടു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബത്തിനും കഅബയെ ഒന്ന് കിബിലയാക്കി കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ ആയത്ത്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക്, താങ്കളുടെ മുഖത്തിന്റെ തിരിഞ്ഞു നോട്ടം നാം കാണുന്നുണ്ട്, ഫിസ്സമാ, ആകാശത്തിലേക്ക്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലയളവിൽ മസ്ജിദുൽ അഖ്സയെ കിബ്ലയാക്കി മദീനയിൽ നിസ്കരിച്ചിരുന്ന കാലയളവിൽ ഇടയ്ക്കിടയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് നോക്കുമായിരുന്നു എന്നാണ്, വഹ്യ് പ്രതീക്ഷിച്ച്. അള്ളാഹുവിന്റെ വഹ്യ് ഇറങ്ങിയിരുന്നെങ്കിൽ, കിബില മാറ്റത്തെ കുറിച്ചുള്ള വഹ്യ് ഇറങ്ങിയിരുന്നെങ്കിൽ, ഇനി കഅബയെ കിബിലയാക്കിക്കൊള്ളൂ എന്ന് അള്ളാഹുവിന്റെ കൽപ്പന വന്നിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് ആകാശത്തിലേക്ക് നോക്കുമെന്നായിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക്, താങ്കളുടെ ആകാശത്തേക്കുള്ള മുഖം തിരിഞ്ഞു നോക്കൽ നാം കാണുന്നുണ്ട്. എന്നിട്ട് ആയത്ത് ഇറക്കി, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ, അതിനാൽ നിനക്ക് ഇഷ്ടമാകുന്ന ഒരു ഖിബിലയിലേക്ക് നാം നിന്നെ തിരിക്കുകയാണ്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ഇനിമേൽ നീ നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് തിരിക്കുക. ആയത്തിറക്കി, കിബില മാറ്റമുണ്ടായി. മുമ്പ് കിബിലയായി സ്വീകരിച്ചിരുന്നതിനെ നസ്ഖ് ചെയ്ത് ദുർബലപ്പെടുത്തി. ഇനി മുതൽ കഅബയെ കിബിലയാക്കിക്കൊള്ളാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹ്യ് ഇറങ്ങി. നോക്കൂ സഹോദരങ്ങളെ, ഈ ചരിത്രത്തിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഅബയെ കിബിലയായി കിട്ടാൻ ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹ്യ് ലഭിക്കുന്നത് വരെ കഅബയെ കിബിലയാക്കി സ്വീകരിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയെ കിബിലയാക്കി സ്വീകരിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും സഹോദരങ്ങളെ ദീനിൽ ഒന്ന് പുതുതായി ചെയ്യാനോ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയ ഒന്നിനെ കുറയ്ക്കാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ഇല്ല എങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ്? അത്രയേറെ ഗൗരവമുള്ള കാര്യമാണ് ദീനിൽ നാം ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒന്നിനെ അധികമായി ചെയ്യുക എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെ തന്നെ പഠിപ്പിക്കാത്ത രൂപത്തിൽ ചെയ്യുക എന്നുള്ളത്, അതൊക്കെയും ദീനിൽ ഗൗരവമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്നിനെ ഒഴിവാക്കൽ, ചെയ്യാൻ പറഞ്ഞ ഒന്നിനെ ദീനിന്റെ പേരിൽ ഒഴിവാക്കൽ, അതും ബിദ്അത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒന്നിനെ ദീനിന്റെ പേരിൽ ചെയ്യുക എന്നത് അതും ബിദ്അത്താണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ സുന്നത്താണ്, പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഒഴിവാക്കലും സുന്നത്താണ്. ഫിഅലും സുന്നത്താണ്, തർക്കും സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കണം. ദീനിന്റെ പേരിൽ അതല്ലാത്തത് നമ്മൾ ചെയ്താൽ അതിന്റെ പേരാണ് ബിദ്അത്ത്. നമ്മൾ നന്മ പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത്, പക്ഷേ അതിന്റെ ആൾക്കാർ ആ ബിദ്അത്ത് ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാത്ത കോലത്തിൽ അല്ലാഹുവിന്റെ ദീനിനെ മാറ്റി, അല്ലാഹു പഠിപ്പിക്കാത്ത വിശ്വാസങ്ങൾ വിശ്വസിച്ച് ദീനിന്ന് പുറത്തു പോകുന്ന ബിദ്അത്തിന്റെ ആൾക്കാരായി പോയാൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹൗദ് നൽകും. ആ ഹൗദിൽ നിന്ന് അത്തരം ആൾക്കാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അകറ്റുമെന്നാണ് സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നി ഫറതുകും അലൽ ഹൗദ്, നാളെ പരലോകത്ത് ഞാൻ ഹൗദിന്റെ അടുക്കൽ പോകും, ഒന്നാമനായി ഞാൻ ആദ്യം പോകും. ഖിയാമത്ത് നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിക്കുന്ന ഹൗദാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ മർറ അലയ്യ ശരിബ, എന്റെ ഉമ്മത്തിൽ നിന്ന് ആര് അതിനടുക്കലൂടെ നടന്നു പോകുന്നു അതിൽ നിന്ന് കുടിക്കും. വമൻ ശരിബ ലം യൽമ അബദ, ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചാൽ പിന്നെ അവന് ദാഹിക്കുകയേയില്ല. ലയരിദന്ന അലയ്യ അഖ്വാമുൻ അഅരിഫുഹും വയഅരിഫൂനി, അതിലൂടെ ഒരു സമുദായം, ഒരു സമൂഹം എങ്ങനെ നടന്നു വരും, എനിക്ക് അവരെ അറിയാം, അവർക്ക് എന്നെയും അറിയാം. അങ്ങനെ അവർ വരുമ്പോ സുമ്മ യുഹാലു ബൈനി വബൈനഹും, എനിക്കും അവർക്കുമിടയിൽ ഒരു മറയിടപ്പെടും, എനിക്കും അവർക്കുമിടയിൽ ഒരു മറയിടപ്പെടും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഅഖൂൽ, ഞാൻ പറയും, ഇന്നഹും മിന്നി, അവർ എന്നിൽപ്പെട്ടവരാണ്. അപ്പൊ ഫയുഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, പ്രവാചകരെ താങ്കൾക്കറിയില്ല താങ്കളുടെ കാലശേഷം അവർ എന്തൊക്കെയാണ് താങ്കളുടെ ദീനിൽ കൂട്ടിച്ചേർത്തത് എന്ന്, പുതുതായി ഉണ്ടാക്കിയത് എന്ന്, മുൻമാതൃകയില്ലാതെ പുതിയ ഓരോ ഇബാദത്തുകൾ, പുതിയ ഓരോ വിശ്വാസങ്ങൾ ആചരിച്ച് താങ്കൾ പഠിപ്പിച്ചതല്ലാത്ത കോലത്തിൽ ഇസ്ലാം ദീനിനെ മാറ്റി, അത് താങ്കൾക്കറിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅഖൂൽ, അപ്പോൾ ഞാൻ പറയും, സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ഗയ്യറ ബഅദി, സുഹ്ഖൻ സുഹ്ഖൻ, വിദൂരം വിദൂരം, എനിക്ക് ശേഷം എൻ്റെ ദീനിൽ ഞാൻ പഠിപ്പിക്കാത്തത്, ഞാൻ പറയാത്തത് ചെയ്തവർക്ക്, ദീനിനെ ഞാൻ പഠിപ്പിച്ച കോലത്തിലല്ലാതെ മാറ്റിയവർക്ക് വിദൂരം വിദൂരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹൗദിൽ നിന്ന് കുടിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ബിദ്അത്തിന്റെ ഗൗരവം അത്രയേറെ വലുതാണ്. ബിദ്അത്ത് നമ്മൾ ജീവിതത്തിൽ ഒരു ബിദ്അത്തിന്റെ ഒരു അംശം പോലും മരണം വരെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ബിദ്അത്തിൽ പതിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. പലതരം അപകടങ്ങൾ ബിദ്അത്തുകളിലുണ്ട്. ഒരു വേള വിശ്വാസത്തിനനുസരിച്ച് ബിദ്അത്ത് ചെയ്യുന്നവൻ ശിർക്കിന്റെ ഒരു ഇനം വരെ അവന്റെ ജീവിതത്തിൽ വന്നുകൂടും. കാരണം ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒന്ന്, അല്ലാഹ് ദീനാക്കാത്ത ഒന്ന് നമ്മൾ ദീനാക്കുകയാണ്. അത്തഅബ്ബുദു ലില്ലാഹ് ബിമാ ലം യശ്റഅഹുല്ലാഹ്, അല്ലാഹ് മതമാക്കാത്ത ഒന്നിനെ കൊണ്ട് നമ്മൾ അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള കോലത്തിൽ നമ്മൾ ഇബാദത്ത് ചെയ്യണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കോലത്തിലാണ് നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നതിലല്ല കാര്യം, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നതിലാണ് കാര്യം. അപ്പൊ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, അള്ളാഹു പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. അള്ളാഹു പഠിപ്പിക്കാത്ത കോലത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്താൽ അതിനെയാണ് നമ്മൾ ബിദ്അത്ത് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യന് ബോധ്യപ്പെട്ടു, ഞാൻ ഈ വിശ്വസിക്കുന്ന വിശ്വാസം, ഞാൻ ഈ ചെയ്യുന്ന കർമ്മം, ഇത് അള്ളാഹു പഠിപ്പിച്ചതല്ല, ഇത് റസൂൽ പഠിപ്പിച്ചതല്ല, പക്ഷെ ഇന്ന പണ്ഡിതൻ ഇത് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമുക്ക് ചെയ്യാം. ഇന്ന വിഭാഗം ഇത് പറയുന്നുണ്ട്, ഇത് പഠിപ്പിക്കുന്നുണ്ട്, അപ്പൊ നമുക്കിത് വിശ്വസിക്കാം എന്ന് കരുതി വിശ്വസിച്ചാൽ, എന്ന് കരുതി പ്രവർത്തിച്ചാൽ, അവിടെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതിനെതിരാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും അള്ളാഹുവിന്റെ ദീനിൽ ഇവര് പറഞ്ഞല്ലോ എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്താൽ അവിടെ വരുന്നത് ഒരു ശിർക്കാണ്. കാരണം അള്ളാഹിന്റെ ദീനിൽ ഒരു നിയമം വെക്കാനുള്ള അധികാരം അത് ആർക്കാണ്? അത് അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ഒരു കാര്യം ഒഴിവാക്കാൻ ഉള്ള അധികാരം അത് അള്ളാഹുവിന് മാത്രമാണ്. ആ അധികാരത്തിനെയാണ് നമ്മൾ ഇവിടെ വകം വെച്ച് കൊടുക്കുന്നത്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല 42-ാം അധ്യായം സൂറത്തു ശൂറയിലെ 21-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അം ലഹും ശുറകാ, അവർക്ക് പങ്കുകാരുണ്ടോ? ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ അള്ളാഹുവിന്റെ ദീന് നടപ്പാക്കി കൊടുക്കാൻ, ദീനാക്കി അള്ളാഹിന്റെ അനുമതി ഇല്ലാതെ ദീനാക്കി കൊടുത്ത അവർക്ക് പങ്കാളികൾ ഉണ്ടോ എന്ന് അള്ളാഹ് ചോദിക്കാണ്. അഥവാ അള്ളാഹുവിന്റെ ദീനിൽ ഇതാണ് എന്ന് പറയാൻ, അള്ളാഹുവിനല്ലാതെ ഇന്ന പ്രവൃത്തി അള്ളാഹുവിന്റെ ദീനിലുള്ളതാണ്, ഇന്ന വിശ്വാസമാണ് അള്ളാഹുവിന്റെ ദീനിന്റെ വിശ്വാസം എന്ന് പറയാനുള്ള അർഹത അത് അള്ളാഹുവിന് മാത്രമാണ്, റസൂലിന് മാത്രമാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അള്ളാഹു വഹ്യ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ദീന് പഠിപ്പിക്കുന്നത്. അതല്ലേ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്ക് അറിയിച്ചു തരുന്നത്. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നസ്രാനിയായി ജീവിച്ച സഹാബിയാണ് അദീ ഇബ്നു ഹാത്തിം അത്തായി റളിയല്ലാഹു അൻഹു.
അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്യുന്നത് അദ്ദേഹം കേൾക്കുകയാണ്. 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 31-ാമത്തെ ആയത്ത്. ഇത്തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. യഹൂദികൾ, നസ്രാനികൾ അവരവരുടെ പണ്ഡിതന്മാരെ, പുരോഹിതന്മാരെ അർബാബൻ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ റബ്ബുകളാക്കി സ്വീകരിച്ചു. ഇത് കേട്ടവാളെ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നാ ലസ്നാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ഇബാദത്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ലല്ലോ. പിന്നെന്താ റസൂലെ റബ്ബുകളായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന അർത്ഥത്തിൽ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, അലൈസ യുഹദ്ദിമൂന മാ അഹല്ലല്ലാഹ് ഫതുഹദ്ദിമൂനഹു. അല്ലാഹു ഹലാലാണെന്ന് പറഞ്ഞ കാര്യങ്ങളെ നിങ്ങളെ പണ്ഡിതന്മാർ, പുരോഹിതന്മാർ ഹറാമാണെന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിനെ ഹറാമായി സ്വീകരിക്കുന്നില്ലേ? വയുഹില്ലൂന മാ ഹറമല്ലാഹ് ഫതുഹില്ലൂനഹു. അല്ലാഹു ഹലാലാക്കിയ കാര്യം ഹറാമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ഹറാമായി സ്വീകരിക്കുന്നില്ലേ? തിരിച്ച് അല്ലാഹു ഹറാമാക്കിയതിനെ ഹലാലാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ഹലാലായി സ്വീകരിക്കുന്നില്ലേ? ഖുൽതു ബലാ. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, അതുണ്ട്. അവര് ഹലാലാണെന്ന് പറഞ്ഞാൽ അതാണ് അന്തിമ വാക്ക്, അവര് ഹറാമാണെന്ന് പറഞ്ഞാൽ അതാണ് അന്തിമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതിൽക ഇബാദതുഹും, ഫതിൽക ഇബാദതുഹും, അത് തന്നെയാണ് അവർക്കുള്ള ആരാധന, അത് തന്നെയാണ് അവർക്കുള്ള ഇബാദത്ത്. അപ്പൊ അതിലൂടെ നിങ്ങളെ റബ്ബുകളായി സ്വീകരിച്ചു. കാരണം ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ് ഒരു കാര്യം, ദീനാണ്, മതമാണ്, ഇബാദത്താണെന്ന് പഠിപ്പിക്കാൻ ഒരു വിശ്വാസം, അത് ദീനിന്റെ വിശ്വാസമാണെന്ന് നിയമിക്കാനുള്ള അവകാശം അത് അള്ളാഹുവിന് മാത്രമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനാക്കുന്നത് പോലും അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ വിശ്വാസങ്ങൾ അത് അള്ളാഹു പഠിപ്പിച്ചതിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നതിനോടും യോജിച്ചതായിരിക്കാനുള്ള നിർബന്ധ ബുദ്ധി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. എന്തെങ്കിലും ചെയ്യാമെന്നല്ല, എന്തെങ്കിലും വിശ്വസിക്കാമെന്നല്ല, എങ്ങനെയെങ്കിലും നല്ല കോലത്തിലെന്ന് തോന്നുന്ന രൂപത്തിൽ ജീവിച്ചു തള്ളാമെന്നല്ല, മറിച്ച് അള്ളാഹ് പഠിപ്പിച്ച പോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ജീവിക്കാനും ആചരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിവുള്ളവരോട് ചോദിക്കാം. അറിയാത്ത കാര്യങ്ങൾ അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ വാക്ക് സ്വീകരിക്കാൻ തന്നെയാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. പക്ഷേ ആക്ഷേപകരം എന്തെന്ന് ചോദിച്ചാൽ, ഖുർആനിനെതിരാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷവും ഹദീസിനെതിരാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തതാണ്, സ്വഹാബാക്കൾ ആചരിക്കാത്തതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷവും ഇന്ന വിഭാഗം ചെയ്യുന്നുണ്ടല്ലോ, ഇന്ന പണ്ഡിതൻ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ലക്ഷ്യം മനസ്സിലാക്കിയിട്ടും പിന്മടങ്ങാതിരിക്കലാണ് ആപത്ത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളെ. ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ബിദ്അത്തുകൾ വരുന്നതിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അപ്പൊ പൊതുവെ ബിദ്അത്ത് എന്താണ് എന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന ഒരു 6 കാര്യങ്ങൾ, ഒരു ഇബാദത്തായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇബാദത്തിൽ ബിദ്അത്ത് കടന്നുകൂടാൻ സാധ്യതയുള്ള 6 കാര്യങ്ങൾ ഞാനിവിടെ ഉണർത്തുകയാണ്. ഒന്ന്, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഇബാദത്തായ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ വശവും അല്ലാഹുവും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. നമ്മൾ 5 നേരം നിസ്കരിക്കുന്നു. ഈ 5 നേരം നിസ്കരിക്കുന്നതിന് അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. അത് എത്തുമ്പോഴാണ്, ആ കാരണം എത്തുമ്പോഴാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പൊ സുബഹി നിസ്കാരത്തിന് ഒരു സമയമുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യവാൻ, നമുക്ക് വേറെ തടസ്സങ്ങളില്ല, അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കാവുന്നത് നിർബന്ധമാണ്. അപ്പൊ അതിന്റെ സമയം അത് മതം വെച്ചതാണ്. സുബഹി നിസ്കാരത്തിന് സമയം അത് മതം വെച്ചതാണ്. ളുഹർ നിസ്കാരത്തിന്റെ സമയം അത് മതം വെച്ചതാണ്. അപ്പൊ ആ കാരണങ്ങൾ, നമ്മളെ ഇബാദത്തിന്റെ കാരണങ്ങളടക്കം മതം വെക്കുന്നതാണ്. എന്നാൽ മതം വെക്കാത്ത ഒരു കാരണത്തിൽ ഒരു ഇബാദത്ത് ചെയ്യുക, ഇപ്പൊ ദുആ ചെയ്യാന്നുള്ളത്, ഒറ്റയ്ക്ക് ദുആ ചെയ്യാന്നുള്ളത് ഇബാദത്താണ്. എന്നാൽ ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം കൂട്ടമായി നമ്മൾ ദുആ ചെയ്യുന്നു, ആമീൻ പറയുന്നു. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും അത് ചെയ്തു തന്നതായി നമുക്ക് കാണണം. അപ്പോഴാണ് അത് സുന്നത്തായി മാറുന്നത്. അതല്ല എങ്കിൽ സുന്നത്തുകളുടെ കൂട്ടത്തിൽ നമുക്കത് ഉൾപ്പെടുത്താൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെയും ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ അളവ് കാര്യങ്ങളും ഒപ്പിയെടുത്ത് പകർത്തി തന്ന സ്വഹാബത്ത് 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും സ്വഹാബാക്കൾ ആമീൻ പറയുകയും ചെയ്യുന്ന ഒരു സുന്നത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല.
അപ്പൊ നിസ്കാരത്തിന്റെ ശേഷം പ്രത്യേക രൂപത്തിൽ പ്രത്യേക 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ ദുആ ചെയ്യണം എന്ന് നമ്മളൊരു കാരണം വെച്ചു. അതുപോലെ നമ്മൾ ദീനില് പ്രത്യേകം അള്ളാഹു പഠിപ്പിക്കാത്ത കാരണങ്ങൾ വെക്കുന്നത്, അതാണ് ബിദ്അത്ത് വരുന്ന ഒരു വഴി. 2, ചില ഇബാദത്തുകൾക്ക് ഇന്ന വർഗം ഇന്ന ഇനം എന്നാക്കിയിട്ടുണ്ടാവും. ഉദാഹരണം ഉദ്ഹിയ ഇബാദത്താണ്. ആ ഇബാദത്ത് കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച വർഗം ജീവികളുണ്ടാവും. കന്നുകാലികൾ, ആട്, മാട്, ഒട്ടകം നമുക്കറിയാം. എന്നാൽ ഒരാൾ കുതിര ഉദ്ഹിയത്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കോഴി ഉദ്ഹിയത്ത് കൊടുക്കുകയാണ്. ഉദ്ഹിയത്താണ് കൊടുക്കുന്നത്. കോഴി എങ്ങനെ കൊടുക്കും? അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹ് പഠിപ്പിച്ച ഇബാദത്തിൽ തന്നെ അള്ളാഹു പഠിപ്പിക്കാത്ത ഒരു വർഗം അവൻ അധികമായി ചേർത്തു, അവിടെ ബിദ്അത്ത് കടന്നു വരും. കാരണം ദീനിലേക്ക് ചേർത്തിയാണ് അവനത് പറയുന്നത്. 3-മത്തത്, അള്ളാഹു പഠിപ്പിച്ച ഇബാദത്തുകൾ തന്നെ അതിന് എണ്ണവും വണ്ണവും നിശ്ചയിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത പറയുമ്പോൾ നമുക്കത് ദീനിൽ തെളിവ് വേണം. 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ രോഗം ശിഫയാകും. അപ്പൊ ഈ 1000 എണ്ണം സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിലുള്ളതാണ്, നമ്മൾ നിഷേധിക്കുന്നില്ല. സൂറത്തുൽ ഇഖ്ലാസ് അല്ല, ഖുർആൻ മുഴുവൻ രോഗിക്ക് ശിഫയാണ്. രോഗിക്ക് എത്രയും ഓതാം, ഖുർആൻ ശിഫയാണ്. പക്ഷേ ഇന്ന സൂറത്ത് ഇന്ന എണ്ണം ഓതിയാൽ അവിടെ ശിഫയുണ്ട്, അത് പറയാൻ ദീന് തെളിവാകണം. ഏതുപോലെ ഖുർആൻ ശിഫയാണ് എന്നതിന് ദീന് തെളിവായതുപോലെ ഇന്ന എണ്ണം പറയാൻ ആ എണ്ണത്തിന് നമുക്ക് ദീനിൽ തെളിവ് വേണം. അതല്ല എങ്കിൽ അവിടെ ബിദ്അത്ത് കടന്നു വരും. അതുപോലെ രൂപം, ഒരു പ്രത്യേകതരം ചാട്ടം, പ്രത്യേകതരം തുള്ളൽ, ശരീരം കുത്തിക്കീറൽ എന്ന് പലർക്കും ഇബാദത്താണ്. ആ രൂപം ദീൻ പഠിപ്പിച്ചതല്ല. ആ ഇബാദത്ത് തന്നെ, അതിന്റെ വർഗം തന്നെ ദീൻ പഠിപ്പിച്ചതല്ല. നമ്മുടെ നിസ്കാരം, നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടി, പിന്നെ റുക്കൂഅ്, പിന്നെ സമി അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു, പിന്നെ സുജൂദ്, നമ്മുടെ ദീന് നമുക്ക് പഠിപ്പിച്ചതാണ്. ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് നേരെ സുജൂദിലേക്ക് പോയാലോ? ദീൻ പഠിപ്പിക്കാത്ത രൂപം ഇബാദത്തിലേക്ക് ചേർത്തു. അപ്പൊ ആ രൂപത്തിൽ അവിടെ ബിദ്അത്ത് കടന്നു വരും. അതുപോലെ സമയം ളുഹറിന്റെ സമയം സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയത് മുതലാണ്. അതിനു മുമ്പേ ഒരാൾക്ക് ളുഹർ നിസ്കരിക്കാമെന്ന് വാദിക്കുകയും അങ്ങനെ നിസ്കരിക്കുകയും ചെയ്താൽ അവിടെ ബിദ്അത്ത് കടന്നു വരും. അതല്ല എങ്കിൽ നമ്മൾ പ്രത്യേക ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു. ഇപ്പോൾ ഇഅ്തികാഫിന് പള്ളികളാണ്, ഇഅ്തികാഫ് ചെയ്യേണ്ട സ്ഥലങ്ങളായി അള്ളാഹു പഠിപ്പിച്ചത് പള്ളികളാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കട അല്ലെങ്കിൽ നമ്മുടെ വീടിനൊരു മുറി ഉണ്ടാക്കി ഇവിടെയും ഇഅ്തികാഫ് പറ്റും എന്ന നിലയ്ക്ക് നമ്മൾ ഇബാദത്ത് ചെയ്താൽ, അതുപോലെ തവാഫ് ചെയ്യുന്നത് കഅബാലയത്തിനടുത്താണ്, ഇവിടെ നമ്മൾ ഒരു മറ്റ് എന്തെങ്കിലും ഉണ്ടാക്കി അല്ലെങ്കിൽ അതിനോട് സാമ്യതയുള്ള, കഅബയ്ക്ക് സാമ്യമുള്ള ഒരു രൂപം ഉണ്ടാക്കി അതിനു മുറ്റും തവാഫ് ചെയ്യുന്നു, അവിടെ ബിദ്അത്താണ്. അപ്പോ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കുള്ള കാരണം അത് മതം പഠിപ്പിച്ചതാകണം. ഒരു പ്രത്യേക വർഗം ഇനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും മതം പഠിപ്പിച്ച രൂപത്തിലാകണം. ഒരു എണ്ണം അളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ആ എണ്ണം, ഇപ്പോൾ ഒതു എടുക്കുമ്പോൾ 1, 2, 3 തവണകളെ നമുക്ക് ഒതു എടുക്കാം. ഒരാൾ 5 തവണ സ്ഥിരമായി ഒതു എടുക്കുന്നു, മതം പഠിപ്പിക്കാത്ത എണ്ണത്തിലേക്ക് അവൻ ഇബാദത്തിനെ കൊണ്ടുപോയി. അപ്പൊ എണ്ണവും മതം പഠിപ്പിച്ചതാകണം, അതിന്റെ രൂപം മതം പഠിപ്പിച്ചതാകണം. പ്രത്യേകം സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം മതം പഠിപ്പിച്ചിട്ടുണ്ടാകണം. പ്രത്യേകം സ്ഥലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മതം പഠിപ്പിച്ചതാകണം. എന്നാൽ സ്വാതന്ത്ര്യം എന്ന വിഷയം ഉണ്ടാവും, അത് നമുക്ക് എത്രയും ചെയ്യും. സുബ്ഹാനല്ലാഹ് നമുക്ക് എത്രയും ചൊല്ലാം, എന്നാൽ ഇന്ന സമയത്ത് ഇത്ര സുബ്ഹാനല്ലാഹ് പറയുന്നതിന് കൂലിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് തെളിവ് വേണം. ഖുർആൻ നമുക്ക് എപ്പോഴും എത്രയും ഓതാം. അപ്പൊ ആ ഖുർആനിലെ ഇന്ന ഭാഗം ഇന്ന തവണ ഇന്ന രൂപത്തിൽ ഓതിയാൽ ഇന്ന പ്രത്യേകത ഉണ്ട് എന്ന് പറയാനാണെങ്കിൽ നമുക്ക് ദീനിൽ തെളിവ് വേണം. അത്തരത്തിൽ നാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അത് അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതുണ്ട്. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇങ്ങോട്ട് അയച്ചത് പരീക്ഷണത്തിനായിട്ടാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ഈ പരീക്ഷണ ലോകത്തിൽ നമ്മൾ വിജയിക്കണം. ആ ഇബാദത്ത് ചെയ്യേണ്ടത് നമുക്ക് തോന്നിയ കോലത്തിലല്ല, നാം ഇഷ്ടപ്പെടുന്ന കോലത്തിലല്ല, മറിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കോലത്തിലാണ്. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനോടാണ് നമ്മുടെ ഇഷ്ടം യോജിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും പ്രകാരം ഇബാദത്ത് ചെയ്ത് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും മേകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും മേകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സത്യവിശ്വാസി സഹോദരങ്ങളെ,
ബിദ്അത്ത് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അനിവാര്യമായി അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട 2-3 വിഷയങ്ങൾ കൂടി പറയുകയാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ, ബിദ്അത്ത് ഭാഷാപരമായി പുതിയത് എന്നാണ് അതിനർത്ഥം. നമ്മൾ ബദവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ദീനിൽ മുൻപരിചയമില്ലാത്ത ഇബാദാത്തുകൾ, വിശ്വാസങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഭാഷാപരമായ ബിദ്അത്ത് പുതുതായി ഉണ്ടാകുന്ന എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബിദ്അത്ത് എന്നുള്ളത്. ഭാഷാപരമായി പുതിയതായി നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാതിരുന്നു മൈക്ക്. ഇന്ന് മൈക്കുണ്ട്, ബൈക്കുണ്ട്, കാറുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ചർച്ചാ വിഷയം മതപരമായ ബിദ്അത്താണ്. അത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദീൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യം തന്നെ ഏറ്റവും സൗകര്യത്തിലും നല്ല രൂപത്തിലും ചെയ്യാൻ നമ്മൾ പുതിയ സൗകര്യങ്ങൾ, പുതുതായി കണ്ടുപിടിച്ച സാധ്യതകളെ നമ്മൾ വഴികളായി സ്വീകരിക്കും. അതൊരിക്കലും ആ കാര്യങ്ങൾ ഇബാദത്തല്ല. ഉദാഹരണം, വിശുദ്ധ ഖുർആൻ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ അതിൻ്റെ ഫത്ഹയും കസ്റയും ദമ്മയും ഇട്ട് അത് ആ രൂപത്തിൽ ചട്ടക്കൂടിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന രൂപത്തിൽ ഈ ഫത്ഹയും കസ്റയും ദമ്മയും നമ്മൾ കാണുന്നത് പോലെ ഇല്ല. മറിച്ച് അന്നത് ഓതാനുള്ള ഒരു രീതിയുണ്ട്. പിൽക്കാലത്ത് ഫത്ഹയും കസ്റയും ദമ്മയും അറിയുന്ന ഒരു രൂപം അത് സ്വീകരിച്ചില്ല എങ്കിൽ ഈ ഖുർആൻ നേരാമണ്ണം ഇനി വരുന്ന ജനങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട നമ്മുടെ മുൻഗാമികൾ, അവർ കൃത്യമായി ഖുർആനിന് ഫത്ഹ മുകളിൽ ഒരു വര, കസ്റ താഴെ ഒരു വര, ദമ്മ മുകളിൽ ഒരു ചെറിയ ചുരുട്ട്, അങ്ങനെ അതിനൊരു രൂപം വിശുദ്ധ ഖുർആൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എപ്രകാരം ഓതി തന്നോ അതുപോലെ പിൽക്കാലക്കാർക്ക് വായിക്കാൻ ഒരു ഫത്ഹയും കസ്റയും ദമ്മയും പോലെ അതിന്റെ ചിഹ്നങ്ങൾ, കുത്തുകൾ, കോമകൾ ഇട്ടത് പിൽക്കാലക്കാരാണ്. അതൊരിക്കലും ബിദ്അത്തല്ല. മറിച്ച് ഖുർആൻ ഓതുക എന്ന ഇബാദത്ത് കൃത്യമായി ചെയ്യാൻ അവർ സ്വീകരിച്ച വഴിയാണ്. അപ്പോൾ നമ്മൾ നിത്യവും പള്ളിയിലേക്ക് നടന്നു വരുന്ന ഒരു മനുഷ്യൻ, എല്ലാ ദിവസവും പള്ളിയിലേക്ക് നടന്നു വരുന്നു. പെട്ടെന്ന് തീരുമാനിച്ചു എനിക്ക് ഒരു വാഹനം വാങ്ങണം, എന്നിട്ട് ഈ വാഹനം ഉപയോഗിച്ച് പള്ളിയിൽ നേരത്തെ എത്തിയാൽ പള്ളിയിൽ മറ്റ് ഇബാദത്തുകൾ ചെയ്യാലോ എന്ന് ഉദ്ദേശിച്ച് അദ്ദേഹം ഒരു ബൈക്ക് വാങ്ങി. അപ്പൊ ആ ബൈക്ക് വാങ്ങുക എന്നുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതൊരു പ്രത്യേക ഇബാദത്തായി കണ്ടില്ല. മറിച്ച് പള്ളിയിലേക്ക് പോവുക എന്ന ഇബാദത്തിനെ എളുപ്പത്തിൽ ചെയ്യാൻ, അത് കൂടുതൽ സൗകര്യമാകാൻ അദ്ദേഹം സ്വീകരിച്ചൊരു വഴിയാണ് മദ്രസകൾ. നമ്മളെ മുൻഗാമികളുടെ കാലം നോക്കിയാൽ സഹാബ ഒരു മദ്രസ രൂപമില്ല. ഇന്ന് നമ്മൾ മദ്രസകളുണ്ട്, ദീൻ പഠിക്കുന്ന കോളേജുകളുണ്ട്, അതിന് പ്രത്യേക ഒരു സിസ്റ്റം ഉണ്ട്. ആ പ്രത്യേക സിസ്റ്റത്തിനെ അല്ല അവിടെ ഇബാദത്തായി കാണുന്നത്, മറിച്ച് ദീൻ പഠിക്കുക എന്നതിനെയാണ് ഇബാദത്ത്. ആ ദീൻ പഠിക്കുന്നത് സുഗമമാകാൻ വേണ്ടി അതിനൊരു ദിവസവും അതിനൊരു പീരിയഡുകളും അതിനൊരു ടൈമും മറ്റുമൊക്കെ നിശ്ചയിച്ചത് ആ ഇബാദത്ത് സുഗമമായി ചെയ്യാനാണ്. അപ്പൊ ഇബാദത്ത് ദീൻ പഠിക്കലാണ്. ആ ദീൻ പഠിക്കുന്നതിന് എളുപ്പമാകുന്ന മാർഗങ്ങളാണ് സ്വീകരിച്ചത്. അത് അവകളൊന്നും ഒരിക്കലും ബിദ്അത്തുകളല്ല, മറിച്ച് അതിനെ മസാലിഹ് മുർസല എന്നാണ് ഫിഖ്ഹിന്റെ ഭാഷയിൽ പണ്ഡിതന്മാര് പറയുന്നത്. അതൊക്കെയും ഇസ്ലാമിന്റെ ലോകത്ത് ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ മൂന്നാമത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബിദ്അത്തുകൾ എപ്പോഴും ഉണ്ടാകുന്നത് ദീനുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്. ദീനിലേക്ക് ബന്ധപ്പെടാതെ ഒരാൾ ചെയ്താൽ അത് ഹറാമോ അല്ലെങ്കിൽ മറ്റെന്തോ ആയിക്കൊണ്ട് പോകും. ഉദാഹരണത്തിന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന് കരുതപ്പെടുന്ന ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പൊ അത് ദീനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഒരു ആഘോഷമാണ്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന 2 ആഘോഷങ്ങളെ നമുക്കുള്ളൂ ദീനിൽ, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. അത് നമ്മളൊരു പുതിയ ആഘോഷം ഉണ്ടാക്കേണ്ടത് എന്തിന്റെ പേരിലാണ്? ദീനിന്റെ പേരിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി ദീനിന്റെ പേരിലാണ് നമ്മൾ ആഘോഷം കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ബിദ്അത്താകും. എന്നാൽ അതേ നബിദിനം ആഘോഷിക്കുന്ന വ്യക്തി അവന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്, അവന്റെ ജന്മദിനം എല്ലാ കൊല്ലവും ആഘോഷിക്കുന്നു, അത് ബിദ്അത്താണോ? ബിദ്അത്തല്ല, മറിച്ച് അത് ഹറാമാണ്. കാരണം ആഘോഷങ്ങളായി അള്ളാഹു നമുക്ക് ദീനിൽ പഠിപ്പിച്ചു തന്നത് 2 ഉള്ളൂ. അവന്റെ സ്വന്തം ജന്മദിനം ആഘോഷിക്കുമ്പോൾ അത് ബിദ്അത്താകുന്നില്ല, ഹറാമാകുന്നു. കാരണം അതവൻ ദീനിലേക്ക് ചേർത്തിയില്ല. ദീനിലേക്ക് ചേർത്തുന്ന പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ബിദ്അത്ത്. അപ്പൊ ബിദ്അത്ത് ഹറാമ് എന്ന നിലയ്ക്ക് അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയ പല കാര്യങ്ങളും ചിലപ്പോൾ നാമാവിശേഷമായിട്ടുണ്ടാവും. ആൾക്കാരുടെ ആ സുന്നത്ത് പരിചയം തന്നെ ഉണ്ടാവൂല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെ ആയിരിക്കും. ആ അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിനെ പുനർജീവിപ്പിക്കും, ഇഹ്യാ ഉസ്സുനൻ. അവകൾ ഒരിക്കലും ബിദ്അത്തല്ല. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് പിൽക്കാലക്കാരൊക്കെ
ഇടയിൽ അത് മറക്കപ്പെട്ട് അത് നാമാവശേഷമായി പോയതാണ്. അപ്പൊ അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതാണ്. അതിന് ഉദാഹരണമാണ് തറാവീഹ് ജമാഅത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ഒന്നിച്ച് ജമാഅത്തായി തറാവീഹ് നിസ്കരിച്ചു. അതിന് സ്വഹീഹായ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നിശ്ചിത എണ്ണം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നിസ്കാരം നിർത്തിവെച്ചു. അതിന് കൃത്യമായ കാരണമുണ്ടായിരുന്നു. പിന്നീട് ആ കാരണം നീങ്ങി ഉമർ അള്ളാഹിന്റെ കാലത്ത് ആ ജമാഅത്ത് നിസ്കാരം വീണ്ടും കൊണ്ടുവന്നു. അപ്പൊ അതൊരു ബിദഅത്താണോ? അത് ബിദഅത്തല്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്ന ഒരു സുന്നത്തിനെ അതിനെ പുനരുജ്ജീവിപ്പിച്ചതാണ്. അപ്പൊ അപ്രകാരം അതൊരിക്കലും സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കുന്നത് ബിദഅത്തല്ല. ഈ 4 കാര്യങ്ങൾ ബിദഅത്തിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുതുതായി ഭാഷയിൽ പറയുന്ന ബിദഅത്തുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച കാര്യങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ നമ്മൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ അത് മസാലിഹ് മുർസലകളാണ്. അതുപോലെ തന്നെ ദീനിലേക്ക് ചേർത്തപ്പെടുത്തിയിട്ടല്ലാതെ നമ്മൾ ചെയ്യുന്ന അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ അവകൾ ഹറാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയ കാര്യങ്ങൾ നാമവിശേഷമായിട്ട് നമ്മൾ പുനരുജ്ജീവിപ്പിക്കുന്നത് അത് ഇഹ്യാ ഉസ്സുനനാണ്. ഈ വക കാര്യങ്ങളൊന്നും ബിദ്അത്തിൽ ഉൾപ്പെടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന രൂപത്തിൽ അവൻ്റെ ദീന് മനസ്സിലാക്കാനും അത് ആചരിച്ച് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ആബിദായി ജീവിച്ച് മരിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ മക്കളെ ഇഹലോകത്തും പരലോകത്തും കൺകുളിർമയുള്ള നമുക്ക് സ്വർഗം ലഭിക്കാൻ കാരണക്കാരാകുന്ന മക്കളാക്കി മാറ്റട്ടെ. നമ്മിൽ നിന്ന് ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും കുടുംബപരമായും ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ദൂരീകരിച്ച് പരിപൂർണ്ണ ആഫിയത്ത് നൽകി മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا ولوالدينا ولأساتذتنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.